ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവാലുവേറ്റ് 8⁻⁻1 × 5⁻²3/2⁻⁴. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ. 8⁻⁻1 × 5⁻³ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരെണ്ണത്തിൻ്റെയും ബേസ് സെയിം അല്ല, എക്സ്പോണൻറ്റും സെയിം അല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബേസ് സെയിം ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഇതിലുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 8നെ നമുക്ക് ബേസ് 2 ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. 8 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 2 ആണ്. അതായത് 2³ ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ 8നെ നമ്മൾ 2³ എന്ന് എഴുതിയാൽ ഇതിൻ്റെയും കൂടെ ബേസ് ഒരേപോലെ വരും. അപ്പം നമുക്ക് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഞാനിവിടെ 8ന് പകരം എന്തെഴുതുന്നു? 2³ എന്ന് എഴുതുന്നു. അതായത് 2⁻³ എന്ന് എഴുതുന്നു. പിന്നെന്തുണ്ട്? ഒരു ⁻⁻1 ഇവിടെയുണ്ട്. ഇൻറ്റു 5⁻³ /2⁻⁴. ഇനി നമുക്കിവിടെ ഏത് ലോ അപ്ലൈ ചെയ്യാം? a⁻m⁴n അല്ലേ, =a⁻mn. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? =2m is 3, n is -1. അപ്പോൾ m × n എന്ന് പറയുമ്പം 3 × -1, that is -3 × 5⁻²2⁻⁴. ഇനി നമുക്കിതാ ഇതിനെ രണ്ടിനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലോ അപ്ലൈ ചെയ്യാം. അതായത് ബേസ് സെയിം ആണ്. അപ്പോൾ a⁻m/a⁻n എന്താണ്? a⁻m-n അല്ലേ. a⁻m/a⁻n ഈസ് a⁻m-n. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. അപ്പോൾ aയ്ക്ക് പകരം 2 ആണ്, m-ന് പകരം -3 മൈനസ് n-ന് പകരം -4 ഇൻറ്റു ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? 5⁻³ =2⁻3 മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, +4 ഇൻറ്റു 5⁻³ -3 + 4 ഈസ് 1. അപ്പോൾ 2⁻1 ഇൻറ്റു 5⁻³ 2⁻1 ഈസ് 2. 5⁻³ എന്ത് വരും? 5⁻³ ഈസ് 5 5s are 25, 25 × 5 ഈസ് 125 125 × 2 ഈസ് 250. ആൻസർ ഈസ് 250 ആണല്ലോ. അപ്പം നിങ്ങൾ ബേസോ എക്സ്പോണൻറ്റോ ഒന്നും സെയിം അല്ലാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരേപോലെ ബേസ് ആക്കാൻ പറ്റുന്ന നമ്പേഴ്സ് കാണും. അതിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബേസിൻ്റെ ഇതിന് ഈക്വലാക്കി എഴുതുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ബേസ് 2 ഉണ്ട്. അതേപോലെ നമ്മൾ 8നെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഈസിയായി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 5⁻⁻1 × 2⁻⁻1 ഇൻറ്റു 6⁻⁻1. ഇവിടെ നമുക്കിതിനെ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്പോണൻറ്റ് സെയിം ആണല്ലേ. അപ്പോൾ a⁻m × b⁻m ആ ഒരു ലോ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ a⁻m = 1/a⁻m. ഈ ഒരു ഇത് നമ്മൾ ഈ 3 എണ്ണത്തിനും അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5⁻1 ദാറ്റ് ഈസ് 5 ഇൻറ്റു 1/2⁻1 ദാറ്റ് ഈസ് 2 ഇൻറ്റു അടുത്തത് 1/6⁻1 ദാറ്റ് ഈസ് 6 എന്ത് വരും? 1/5 2s are 10 ഇൻറ്റു 1/6 1/10 × 6 ഈസ് 60. അപ്പോൾ 1/60 എന്നിട്ട് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.